ഡോക്ടറെ, ഞാൻ രമണൻ. എന്താ പ്രശ്നം? എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. ഉറങ്ങിയാൽ ഉടനെ മൂത്രം പോവുക. ഇത് തുടങ്ങിയിട്ട് എത്ര നാളായി? കുറച്ച് നാളായി. അതുകൊണ്ട് എനിക്കിപ്പോ ഉറങ്ങാൻ പേടിയാ. അതിൽ വലിയ കാര്യമൊന്നുമില്ല, മരുന്ന് കഴിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. മരുന്ന് കഴിച്ചാൽ മാറും ഡോക്ടർ. ഇന്ന് രാത്രി കിടക്കാൻ നേരം ഒരു ഡയപ്പർ വെച്ചും കിടന്നാൽ മതി. ഡയപ്പർ വെച്ച് കിടന്ന ആ പ്രശ്നം മാറും ഡോക്ടർ? തീർച്ചയായും. ഞാനും ഡയപ്പർ വെച്ചല്ലേ കിടക്കുന്നത്. അത് ശരി. അപ്പൊ ഞാൻ പോട്ടെ ഡോക്ടർ. ആരാ രോഗി? എന്താ പ്രശ്നം? ഡോക്ടറെ, ഇതെന്റെ ഭർത്താവ് സുന്ദരൻ. ഡോക്ടർ ഉറക്കമില്ല ഡോക്ടറെ. പിന്നെ ഈയിടെ അങ്ങ് മരണഭയമാണ്. ഇങ്ങോട്ടൊന്നിരുന്നേ. ഡോക്ടറെ, ഒന്ന് ചോദിച്ചോട്ടെ, ഈ ആശുപത്രി കിടന്ന് മരിച്ച എന്താ സംഭവിക്കുക? എന്ത് സംഭവിക്കാൻ? സുന്ദരം മരിച്ചു കഴിഞ്ഞാൽ അതിലെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി വേറെ ആളെ കൊണ്ട് കിടത്തും. അതെ, ഈ മരണഭയത്തിനുള്ള കാരണം എന്താണ്? അടുത്തിടെ ടൗണിൽ ഒരു ആശുപത്രിയിൽ കിടന്നായിരുന്നു. ഞാൻ ആശുപത്രി കിടന്നപ്പോഴേ ഡോക്ടറെ, എന്റെ കണ്ണും കരളും കിഡ്നിയും ദാനം ചെയ്യാന്നും പറഞ്ഞ് ഞാൻ എഴുതി കൊടുത്തിരുന്നു. ഡോക്ടറെ, അന്ന് മുതലേ ആശുപത്രിക്കാർ ഓപ്പറേഷൻ നിർബന്ധിക്കുക. എനിക്ക് വലിയ രോഗമാണെന്നും ഉടനെ ഓപ്പറേഷൻ വേണമെന്നുമാണ് ഡോക്ടർ പറയുന്നത്. ആ ആശുപത്രിയിലെ നേഴ്സേ എന്റെ ഒരു ബന്ധുവാ. അവരാ എന്റെ അടുത്ത് പറഞ്ഞത് കിഡ്നിയും കരളും ആവശ്യമുള്ളത് നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോഴി തന്നെ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോരുമേ ഡോക്ടറെ? വീട്ടിൽ വന്ന് അന്ന് മുതൽ തുടങ്ങിയ ഡോക്ടർ ഇങ്ങർക്ക് മരണഭയം. ആരോ കട്ടിന്റെ അടിയിൽ ഉണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ കുഞ്ഞു നോട്ടവാ. രാത്രിയാണോ പകലാണോ? രാത്രിയിലെ ഡോക്ടറെ. ആരോ കട്ടിന്റെ അടിയിലുണ്ടെന്ന് പറഞ്ഞ് ടോർച്ചടിച്ച് നോക്കുകയാണ്. സുന്ദരന് എന്ത് തോന്നുന്നു? എന്നെ ആരോ ഒക്കെ കൊല്ലാൻ വരുന്നെന്നും എന്റെ കട്ടിലടിയിൽ ആരോ ഒക്കെ ഒളിച്ചിരിക്കുന്നെന്നും എനിക്ക് തോന്നുന്നു ഡോക്ടറെ. ഡോക്ടറെ, ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം ഡോക്ടറെ. ഇതിനൊരൊറ്റ പരിഹാരമേ ഉള്ളൂ. നിങ്ങൾ കിടക്കുന്ന കട്ടിന്റെ 4 കാലും അങ്ങ് മുറിച്ചിടണം. പിന്നെ അതിന്റെ അടിയിൽ ആരും കയറി ഇരിക്കത്തില്ലല്ലോ. നാളെ തന്നെ അങ്ങ് ചെയ്തേക്കണേ. വൃത്തിയായില്ലേ? Ha 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 ha!